നമസ്കാരം. ക്യാപ്റ്റൻ ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എപ്പോക്സി പ്രൈമറിനെ കുറിച്ചാണ്. എന്താണ് എപ്പോക്സി പ്രൈമർ? എപ്പോക്സി പ്രൈമർ റെസിൻ പോളിമർ ബേസ്ഡ് കോമ്പൗണ്ട് ആണ്. റെസിന്, കളർ പിഗ്മെന്റ്, അതേപോലെ ആന്റി കോറസീവ് പിഗ്മെന്റ് ഇതൊക്കെ അടങ്ങിയേക്കുന്ന ഒരു ലിക്വിഡ് ഫോമാണ് എപ്പോക്സി. റെസിൻ എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയലാണ്. നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയിലും ഇത് കാണാൻ പറ്റും. അതായത് ഈ മരങ്ങളൊക്കെ ചെറിയ മുറിവ് ഉണ്ടാകുമ്പോൾ ഒരു വൈറ്റ് ജെൽ പാർട്ടികൾ ഉണ്ടാവും. അത് റെസിനാണ്. ഈ കുന്തിരിക്കമൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിനകത്തൊരു ഇൻസെക്ട്സ് ഒക്കെ വന്ന് ട്രാപ്പ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു പോകത്തില്ല. അതുപോലെ തന്നെ ഇത് എത്ര വർഷം കഴിഞ്ഞാലും ആ ഇൻസെക്ട്സ് അതേപോലെ ഇരിക്കും. അതൊക്കെ ഈ റെസിൻ്റെ ഗുണമാണ്. റെസിൻ ഓയിലായിട്ട് അലിയത്തില്ല, വെള്ളമായിട്ട് അലിയത്തില്ല. അതൊക്കെ ഈ റെസിൻ്റെ ഗുണങ്ങളാണ്. അതെല്ലാം ഈ എപ്പോക്സിക്കും ഉണ്ട്. റെസിൻ്റെ ഗുണങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ എപ്പോക്സിയിലും കാണപ്പെടുന്നു. ഈ എപ്പോക്സി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെറ്റൽ പാർട്ടിക്കിൾ അറ്റ്മോസ്ഫിയർ മോയ്സ്ചറായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ആയിട്ടൊക്കെ കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തുരുമ്പിക്കും. ഈ ഓക്സിഡേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോക്സി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ എപ്പോക്സി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന്, എപ്പോക്സി ഓയിലായിട്ട് ഡിസോൾവ് ആവത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതലം ഓയിൽ ഫ്രീ ആക്കണം. അതിന് നമുക്ക് തിന്നറോ ടെർപ്പൻറ്റൈനോ അല്ലെങ്കിൽ കെറോസിനോ വെച്ച് ആദ്യം നമ്മുടെ മെറ്റൽ പ്രതലം നല്ല രീതിയിൽ ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതലത്തിൽ സാൻഡ് പേപ്പറോ എമി പേപ്പറോ വെച്ച് ഒന്ന് റബ്ബ് ചെയ്യുന്നത് ഇതിന്റെ അഡസീവിറ്റി, അതായത് ഇതിന്റെ ആ ഒട്ടിപ്പിടിക്കുന്ന എപ്പോക്സി നമ്മുടെ പ്രതലമായിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന്റെ ഇന്റൻസിറ്റി കൂട്ടും. മൂന്നാമത്തെ കാര്യം, ഈ എപ്പോക്സി ഉപയോഗിച്ചാൽ നമ്മുടെ മെറ്റീരിയലിന്റെ നല്ല ഫിനിഷിങ് കിട്ടും. അതായത് ചെറിയ കുഴികളോ ചെറിയ ഒരവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല സ്മൂത്തായിട്ട് അടഞ്ഞു കിട്ടും. വേറൊരു എപ്പോക്സിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേസ് മെറ്റലിന്റെ കളർ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചുമന്ന തകിടാണെങ്കിൽ അല്ലെങ്കിൽ ചുമന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഈ പ്രൈമർ അടിക്കുമ്പോൾ നമ്മുടെ ഈ ബേസ് മെറ്റലിന്റെ കളർ നല്ല രീതിയിൽ ഹൈഡ് ആവും. പിന്നെ നമുക്ക് ടോപ്പ് കോട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമുക്ക് ഈ മെറ്റീരിയലിന് കിട്ടും. ഇനി എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ എപ്പോക്സികൾ ഉള്ളതെന്ന്, 2 പാർട്ട് എപ്പോക്സി, അതായത് 2K എപ്പോക്സി, 1 പാർട്ട് 1K എപ്പോക്സി, അങ്ങനെ എപ്പോക്സികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2 പാർട്ട് എപ്പോക്സി എന്ന് പറഞ്ഞാൽ ഈ റെസിനും അതിൻ്റെ ഹാർഡനറും സെപ്പറേറ്റ് ബോട്ടിൽ വരും. അതിനാണ് 2 പാർട്ട് എപ്പോക്സി എന്ന് പറയുന്നത്. 1 പാർട്ട് സിംഗിൾ പാക്ക് 1K എപ്പോക്സി, അതായത് ഈ റെസിനും ബേസ് മെറ്റലും എല്ലാം ഒറ്റ പാക്കിൽ തന്നെ വരുന്നതിനാണ് സിംഗിൾ പാക്ക് എപ്പോക്സി എന്ന് പറയുന്നത്. വേറെ ഒന്ന്, എല്ലാ കളറിലും ഈ എപ്പോക്സി ഇപ്പം അവൈലബിൾ ആണ്. ആദ്യമൊക്കെ ഗ്രേ കളർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് ഗ്രേ, ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളറിലും നമുക്ക് എപ്പോക്സികൾ അവൈലബിൾ ആണ്. എപ്പോക്സിയുടെ ക്യൂറിംഗ് ടൈം ഒരു പ്രധാന ഘടകമാണ്. അതായത് ഒരു കോട്ട് അടിച്ചിട്ട് നമുക്ക് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഈ മെറ്റീരിയലിനെ കീപ്പ് ചെയ്തിട്ട് വേണം അടുത്ത കോട്ട് അടിക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പ് കോട്ട് അടിക്കാൻ. അതുപോലെ തന്നെ ഇതിന്റെ ആവറേജ് റേറ്റ് മാർക്കറ്റിൽ ഒരു 300-നും 500-നും ഇടയ്ക്കാണ് പല ബ്രാൻഡുകളും ഈ എപ്പോക്സി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിഗ്മെന്റ് കളർ വേരിയേഷൻ വരുമ്പോൾ വില ചെറുതായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. റെഡിനൊക്കെ അല്പം വില കുറവാണ്, ബ്ലാക്കിന് ഓൾമോസ്റ്റ് സെയിം വില തന്നെ ആയിരിക്കും. വൈറ്റും ബ്ലൂവും ഒക്കെ അല്പം വില കൂടുതലായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഈ വീഡിയോ കാണുന്ന ഫാബ്രിക്കേറ്റേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എപ്പോക്സി കമന്റ് ബോക്സിൽ ഇടുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.